ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിയെയും ജാമ്പവതിയെയും സത്യവതിയെയും വിവാഹം കഴിച്ച ആ കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ രുക്മിണി ദേവി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച ആ കഥയും പറഞ്ഞു. ഇപ്പോൾ ആ കുഞ്ഞ് എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ആ കുഞ്ഞ് ആരാണെന്നും ആ കുഞ്ഞിൻ്റെ പേരെന്താണെന്നും പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നും നമുക്ക് ഇനി വഴിയെ ബാക്കി ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സെമന്തകമണിയുടെ കഥയാണ്. അങ്ങനെ സത്രാജിത്ത് സത്യഭാമയോടുകൂടി കൊട്ടാരത്തിൽ കൃഷ്ണൻ്റെ അടുത്ത് വരികയും സത്യഭാമയെയും സെമന്തകമണിയെയും കൃഷ്ണന് കൊടുത്തു എങ്കിലും സെമന്തകമണി കൃഷ്ണൻ സത്രാജിത്തിന് തിരിച്ചു കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഭാര്യമാരോടുകൂടി സന്തോഷത്തോടുകൂടി ദ്വാരകയിൽ കഴിഞ്ഞു വരുന്ന ആ കാലത്തിൽ വാരണാവതത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന പാണ്ഡവരും അവരുടെ മാതാവായ കുന്തിദേവിയും അരക്കില്ലത്തിൽ കിടന്നു വെന്തു മരിച്ചുപോയി എന്നുള്ള ആ വിഷമ വൃത്താന്തം സഞ്ചാരികളെല്ലാം വന്നു പറഞ്ഞ് ദ്വാരകയിൽ അറിഞ്ഞു. വസുദേവരുടെ ഒരു സഹോദരിയാണ് ആര്? കുന്തി. അനുജത്തിയുടെയും മക്കളുടെയും ഇത്തരത്തിലുള്ള മരണവാർത്ത കേട്ടിട്ട് വസുദേവർക്ക് വളരെയധികം ദുഃഖം അനുഭവപ്പെട്ടു. അങ്ങനെ അച്ഛനെ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തിയതിനു ശേഷം അച്യുതൻ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് അറിയുന്നതിനു വേണ്ടി ജ്യേഷ്ഠനായ രാമനും ഒരുമിച്ച് ഹസ്തിനാപുരിയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഭീഷ്മർ, ധൃതരാഷ്ട്രർ, ദുര്യോധനൻ എന്നിവരെയെല്ലാം കണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് അന്വേഷിച്ചു. പക്ഷേ വിതുരരെ കാണാൻ സാധിച്ചില്ല. ദുര്യോധനൻ്റെ വഞ്ചനയുടെ ഫലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതിൻ്റെ എല്ലാം പുറകിൽ ദുര്യോധനൻ്റെ ആ കറുത്ത കൈകളാണ് എന്ന് കൃഷ്ണന് മനസ്സിലാകുന്നു. അതിനുശേഷം ഏതാനും ദിവസങ്ങൾ കൂടി അവർ ഹസ്തിനപുരിയിൽ താമസിച്ചു. ആ സമയത്ത് അങ്ങനെ ഭഗവാൻ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ബലരാമനും ഒരുമിച്ച് ഹസ്തിനപുരിയിൽ പോയി താമസിക്കുന്ന ആ സമയത്ത് ഇവിടെ ദ്വാരകയിൽ ഭഗവാനില്ല. അവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്നു. എന്താണ് അവിടെ നടന്നത്? സത്യഭാമയെ തനിക്കു നൽകാമെന്ന് വാക്കു പറഞ്ഞിരുന്ന സത്രാജിത്ത് ഒടുവിൽ തന്നെ വഞ്ചിച്ചു എന്നുള്ള കാരണത്താൽ ശതധ്വന്നാവ്, നമ്മൾ ആ കഥ പറഞ്ഞു, ശതധ്വന്നാവ് കശ്മലനായ കൃതവർമാവിൻ്റെ പ്രേരണയാൽ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സത്രാജിത്തിനെ വെട്ടിക്കൊല്ലുന്നു. സത്യഭാമയുടെ പിതാവായ സത്രാജിത്തിനെ ആര് വെട്ടിക്കൊല്ലുന്നു? ശതധ്വന്നാവ് വെട്ടിക്കൊല്ലുന്നു. കൃതവർമാവിൻ്റെ പ്രേരണയാലാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്? സത്യഭാമയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞിരുന്നു, പക്ഷെ അത് പാലിച്ചില്ല. അതിൻ്റെ ദേഷ്യത്തിൽ ചെയ്തതാണ്. അങ്ങനെ സത്രാജിത്തിനെ കൊന്നതിനു ശേഷം സ്യമന്തകവും എടുത്തുകൊണ്ട് ഈ ശതധ്വന്നാവ് കടന്നു കളഞ്ഞു. അവിടെ ഒരു കാര്യം സംഭവിച്ചു. ഈ ശതധ്വന്നാവിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? ഭക്തനായ അക്രൂരനും ഉണ്ടായിരുന്നു. അതാണ് വിരോധാഭാസം. ഭഗവാന്റെ തികഞ്ഞ ഭക്തനാണ് ആര്? അക്രൂരൻ. ഈ ശതധ്വന്നാവിൻ്റെ കൂടെ അക്രൂരനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിരോധ ആഭാസം. പിതാവിൻ്റെ മരണവാർത്ത കേട്ട് സത്യഭാമ ബോധം കെട്ട് നിലത്തു വീണു. രുക്മിണിയും ജാമ്പവതിയും അവളെ ആവും വിധം സമാധാനപ്പെടുത്തി. എങ്കിലും സത്യഭാമയുടെ ദുഃഖത്തിന് യാതൊരു കുറവും വന്നില്ല. കാരണം സത്രാജിത്തിൻ്റെ ഏക പുത്രിയാണ്.
തൻ്റെ പ്രാണവല്ലഭൻ ഇല്ലാത്ത സമയത്താണ് ഇക്കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അതും കൂടി ഓർത്തപ്പോൾ സത്യഭാമയുടെ കരച്ചിൽ കൂടി. സത്യഭാമ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു, കരയുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം എവിടെ അറിഞ്ഞു? ഉഗ്രസേന മഹാരാജാവ് അറിഞ്ഞു. അങ്ങനെ കൃഷ്ണൻ വരുന്നത് വരെ സത്രാജിത്തിൻ്റെ മൃതദേഹം എണ്ണത്തോണിയിലിട്ട് സൂക്ഷിക്കുന്നതിനായിട്ട് ഉഗ്രസേനൻ ഉത്തരവിട്ടു. അതനുസരിച്ചിട്ട് കൃഷ്ണൻ വരുന്നത് വരെ ആ മൃതദേഹം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. സമർത്ഥയായ സത്യഭാമ ഉടൻ തന്നെ ഏതാനും അംഗരക്ഷകരും ഒരുമിച്ച് ഹസ്തിനപുരിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഭഗവാനെ കണ്ട് സകല വിവരങ്ങളും ധരിപ്പിച്ചു. പെട്ടെന്ന് തന്നെ കൃഷ്ണനും രാമനും അവിടെയുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഭാമയോടൊപ്പം ദ്വാരകയിലേക്ക് തിരിച്ചു പോന്നു. അവിടെ എത്തി ശതധ്വന്വാവിനെ അന്വേഷിച്ചപ്പോൾ അയാൾ നാട്ടിലില്ല എന്നുള്ള വിവരമാണ് അറിഞ്ഞത്. എങ്ങനെയെങ്കിലും എവിടെ ചെന്നിട്ടാണെങ്കിലും അവനെ കണ്ടുപിടിച്ചു കൊല്ലണം എന്നുള്ള കരുതലോടുകൂടി കൃഷ്ണൻ രഥത്തിലേക്ക് കയറുവാൻ ഭാവിച്ചപ്പോൾ പാഞ്ചാല രാജാവിൻ്റെ പുത്രിയായ ദ്രൗപദിയുടെ സ്വയംവരം സംബന്ധിച്ച് ഉടനെ ദ്രുപദ രാജധാനിയിലെത്തണം എന്നുള്ള ക്ഷണക്കത്തും കൊണ്ട് ദൂതൻ വരികയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ശതധ്വന്വാവിനെ കണ്ടുപിടിച്ചു കൊല്ലണം, എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചു കൊല്ലണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചിട്ട് കൃഷ്ണൻ രഥത്തിലേക്ക് കയറുവാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ദൂതൻ അവിടെ വരികയാണ്. ആ ദൂതൻ്റെ കയ്യിൽ എന്തു ദൂതാണുള്ളത്? ഉടനെ തന്നെ ദ്രുപദ രാജധാനിയിലെത്തണം, കാരണം ദ്രൗപദിയുടെ സ്വയംവരമാണ്. ഇതാണ് ആ ദൂതിൽ ഉള്ളത്. അങ്ങനെ ഒരു ദൂത് കിട്ടിയതുകൊണ്ട് കൃഷ്ണൻ തൽക്കാലത്തേക്ക് ശതധ്വന്വാവിൻ്റെ അന്വേഷണം നിർത്തിവെച്ചിട്ട് രാമകൃഷ്ണന്മാർ നേരെ പാഞ്ചാലപുരിയിലേക്ക് തിരിച്ചു. അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് ബ്രാഹ്മണ വേഷം ധരിച്ചു വന്ന് അമ്പെയ്ത് യന്ത്രക്കിളിയെ വീഴ്ത്തിയ അർജുനനെയും ജ്യേഷ്ഠ അനുജന്മാരെയും കൃഷ്ണൻ അവിടെ വെച്ച് തിരിച്ചറിഞ്ഞ് രാമന് കാണിച്ചു കൊടുത്തു. പാണ്ഡവർ അരക്കില്ലത്തിൽ കിടന്നു വെന്തു മരിച്ചു പോയിട്ടില്ലെന്ന് അതോടുകൂടി അവർക്ക് ബോധ്യപ്പെട്ടു. ജരാസന്ധൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ, ദുര്യോധനൻ, കർണൻ, ശകുനി, കോസലൻ, കേരളൻ, പാണ്ഡ്യൻ, ചോളൻ, അങ്കൻ, വങ്കൻ, കലിംഗൻ തുടങ്ങിയ സകല രാജാക്കന്മാരുടെയും മുമ്പിൽ വെച്ചാണ് ബ്രാഹ്മണ വേഷധാരിയായ പാർത്ഥൻ ദ്രുപദപുത്രിയായ ദ്രൗപദിയെ പരിഗ്രഹിച്ചത്. വിവാഹത്തിനു ശേഷം അന്നു തന്നെ കൃഷ്ണൻ ജ്യേഷ്ഠനും ഒരുമിച്ച് കുശവഗൃഹത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന കുന്തിദേവിയെ ചെന്നു കണ്ടു. അപ്പച്ചിയാണ്. അങ്ങനെ അപ്പച്ചിയെ വന്ദിച്ച് അവരുടെ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങി. ആദ്യമായി വസുദേവപുത്രൻ അപ്പച്ചിയെ കാണുകയാണ്. മക്കളായ പാണ്ഡവരെയും അന്നാണ് കൃഷ്ണൻ ആദ്യമായി കാണുന്നത്. അപ്പോൾ എപ്പോഴാണ് കൃഷ്ണൻ പാണ്ഡവരെയും കുന്തിദേവിയെയും ആദ്യമായി കാണുന്നത്? അപ്പച്ചിയാണ്. വസുദേവരുടെ സഹോദരിയാണ് കുന്തി. ഈ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദ്രൗപദിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ആ സമയത്താണ് ഇവർ തമ്മിൽ പരസ്പരം കാണുന്നത്. അന്ന് അർജുനന് 27 വയസ്സും കൃഷ്ണന് 27.5 വയസ്സും പ്രായമാണ്. അര വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ പാഞ്ചാലപുരിയിൽ വെച്ച് അവർ കണ്ടുമുട്ടുന്നു. ആ സമയത്ത് അർജുനന് 27 വയസ്സും കൃഷ്ണന് 27.5 വയസ്സും പ്രായമുണ്ടായിരുന്നു.
ദ്രൗപദി പരിണയ മഹോത്സവത്തിൽ പങ്കുകൊണ്ടതിനു ശേഷം ദ്വാരകയിലെത്തിയ ഉടൻ തന്നെ ശതധ്വന്വാവിനെ അന്വേഷിക്കുവാനായി രാമകൃഷ്ണന്മാർ പുറപ്പെട്ടു. തന്നെ അന്വേഷിച്ച് വസുദേവരുടെ പുത്രന്മാർ വരുന്നുണ്ട്, പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞ് ശതധ്വന്വാവ് പ്രാണഭീതിയോടുകൂടി അക്രൂരരെയും കൃതവർമാവിനെയും കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. മഗധനെ ജയിച്ചവൻ, കംസനെ നിഗ്രഹിച്ചവൻ, കൊച്ചുനാളിൽ തന്നെ ഗോവർദ്ധന പർവ്വതം പൊക്കി കുടയായി പിടിച്ചവൻ, അനവധി അസുരന്മാരെ അമർച്ച ചെയ്തവൻ, അങ്ങനെയുള്ള കൃഷ്ണനോട് എതിരിടുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല എന്നു പറഞ്ഞ് അവർ അവനെ ഉപേക്ഷിച്ചു. ഇനി ഞാൻ എന്തു ചെയ്യും? ഒരിടവും തനിക്ക് രക്ഷയില്ല എന്നു കണ്ട് ഒടുവിൽ ശതധ്വന്വാവ് കൃഷ്ണഭക്തനായ അക്രൂരനെ സെമന്തകമണി ഏൽപ്പിച്ചിട്ട് പ്രാണഭയത്തോടുകൂടി ഒരു കുതിരയുടെ മുകളിലേറി എങ്ങോട്ടെന്നില്ലാതെ ഓടിപ്പോയി. രാമകൃഷ്ണന്മാരുടെ രഥവും അവൻ്റെ പിന്നാലെ തന്നെ ഓടിക്കൊണ്ടിരുന്നു. ജനകരാജധാനിയായ മിഥിലാപുരിയുടെ പരിസരത്ത് എത്തിയപ്പോൾ ശതധ്വന്വാവിൻ്റെ കുതിര ചത്തു നിലത്തു വീണു. പെട്ടെന്ന് അവൻ ആ അശ്വത്തെ വിട്ട് അതിവേഗം ഓടാൻ തുടങ്ങി. ഹരേ കൃഷ്ണ, നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? കാണണം. കൃഷ്ണനും രഥത്തിൽ നിന്നും ചാടിയിറങ്ങി ഈ ശതധ്വന്വാവിൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും ഓടുകയാണ്. മുന്നിൽ ശതധ്വന്വാവ്, പുറകിൽ കൃഷ്ണൻ. അങ്ങനെ ഓടി ഓടി ഒടുവിൽ മിഥിലാപുരിയുടെ വടക്കുഭാഗത്ത് ഒരു ഉദ്യാനത്തിൽ വെച്ച് ശതധ്വന്വാവിനെ പിടികൂടി അവനെ വധിച്ചു. കണ്ഠം മുറിച്ചാണ് വധിച്ചത്. അതിനുശേഷം അവൻ്റെ സഞ്ചിയും മറ്റു കാര്യങ്ങളുമെല്ലാം പരിശോധിച്ചപ്പോൾ അവിടെ എങ്ങും സെമന്തകമണി കണ്ടതുമില്ല. കൃഷ്ണൻ ഈ കാര്യം ബലരാമനെ അറിയിച്ചു. ശതധ്വന്വാവിനെ വധിച്ചു, പക്ഷേ മണി കിട്ടിയില്ല. ഒരു വേള ഇവൻ നിരപരാധിയായിരിക്കും. സത്യാവസ്ഥ അറിയാതെ ഇവനെ നമ്മൾ കൊന്നുപോയല്ലോ, കഷ്ടമായിപ്പോയി. നിരായുധനായി പേടിച്ചോടിയ ഒരുവനെ പിടിച്ച് വധിച്ചതും ധർമ്മമല്ല. സത്രാജിത്തിനെ വധിക്കുവാൻ നിന്റെ അറിവോടുകൂടി അക്രൂരൻ കൂട്ടുനിന്നതായി ഞാൻ കേൾക്കുന്നു. സത്യമല്ലായിരിക്കും അത്. എങ്കിലും അങ്ങനെയും ഒരു കിംവദന്തി പുറത്ത് പ്രചരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബലരാമൻ ശ്രീകൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നു. അതായത് ബലരാമൻ എന്താണ് പറഞ്ഞത്? നാട്ടുകാർ പറയുന്നുണ്ട്, സത്രാജിത്തിനെ നീയാണ് കൊന്നത്, നിന്റെ ഭക്തനായ അക്രൂരനെ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അക്രൂരൻ്റെ സഹായത്തോടു കൂടി നീയായിരിക്കാം സത്രാജിത്തിനെ കൊന്നത് എന്നൊരു അപവാദം നിന്നെപ്പറ്റി നാട്ടിലൊക്കെ പരക്കുന്നുണ്ട്. ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ മണി കണ്ടില്ല, ഇവൻ്റെ കയ്യിൽ നിന്നും മണി കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഇവൻ നിരപരാധി ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇവനെ കൊന്നത് ധർമ്മമാണോ? അല്ല. പ്രത്യേകിച്ച് ഇവൻ നിരായുധനായിരുന്നു, പേടിച്ചോടുകയായിരുന്നു. പുറകിന് ചെന്നിട്ടാണ് കൃഷ്ണൻ എന്തു ചെയ്തത്? പിടിച്ചു കൊന്നത്. ഇതൊട്ടും ശരിയായില്ല എന്ന് ബലരാമൻ ശ്രീകൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ രാമൻ അനുജനെ കുറ്റപ്പെടുത്തിയപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ജ്യേഷ്ഠൻ്റെ വിശ്വസ്ത സുഹൃത്തായ കൃതവർമാവ് യോഗ്യനാണോ? എന്തു കഠിന പ്രവൃത്തി ചെയ്യാനും കൃതവർമാവിന് യാതൊരു മടിയുമില്ല. അവൻ്റെ പ്രേരണയാലാണ് ശതധ്വന്വാവ് സത്രാജിത്തിനെ വധിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. പുറത്തു കേൾക്കുന്ന കിംവദന്തിയും അങ്ങനാണ്. ഞാൻ അങ്ങനെയൊരു കേൾവിയും കേൾക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ച, ശതധ്വന്വാവിൻ്റെ കൈവശം രത്നമില്ലാത്ത സ്ഥിതിക്ക് കൃതവർമാവിൻ്റെ കയ്യിലോ അക്രൂരൻ്റെ കയ്യിലോ ആ രത്നം ഉണ്ടാവുക തന്നെ വേണം. ഇങ്ങനെ
കൃഷ്ണൻ തിരിച്ചു ബലരാമനോടും പറഞ്ഞു, എന്നാൽ നീ ദ്വാരകയിൽ പോയി ആ രത്നമണി ആരുടെ കൈവശമാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കൂ. അതിനു ഞാൻ വേണമെന്നില്ല. നിന്റെ തോന്നിയവാസ പ്രവർത്തികൾക്ക് തൽക്കാലം ഞാൻ കൂട്ടുനിൽക്കില്ല. അതൊന്നും കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇങ്ങനെ ആര് പറയുകയാണ്? നമ്മുടെ ബലരാമൻ അനുജനായ കൃഷ്ണനോട് പറയുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഒരു ചെറിയ പിണക്കം. അതിനുശേഷം ബലരാമൻ കൃഷ്ണൻ്റെ കൂടെ ദ്വാരകയിലേക്ക് തിരിച്ചു പോയതും ഇല്ല. ആ സമയത്ത് മിഥിലയിലെ രാജാവ് കൃഷ്ണനും ബലരാമനുമൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് അവരെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. പക്ഷേ കൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോയി ബലരാമൻ മിഥിലാപുരി രാജാവിൻ്റെ സൽക്കാരം സ്വീകരിച്ച് രാജകീയ അതിഥിയായി അവിടെ 4 വർഷം താമസിച്ചു. ആ സമയത്ത് അവിടെ വെച്ചാണ് ബലരാമൻ ദുര്യോധനനെ ഗദായുദ്ധം പഠിപ്പിക്കുന്നത്. ദുര്യോധനൻ ബലരാമനെ വന്നു കാണുകയും തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ബലരാമൻ ദുര്യോധനനെ ഗദായുദ്ധം പഠിപ്പിച്ചു. എവിടെ വെച്ച്? മിഥിലയിൽ വെച്ച്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണല്ലേ. ചില കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ചില കാരണങ്ങൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ചില വഴക്കുകളൊക്കെ ഇവർ തമ്മിൽ ഉണ്ടായത്. രണ്ടുപേർക്കും കാര്യങ്ങളൊക്കെ അറിയാം. എങ്കിലും ജനിച്ചില്ലേ മനുഷ്യനായിട്ട്, ആടിയല്ലേ മതിയാകൂ. അങ്ങനെ ബലരാമൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായി ആര് മാറി? ദുര്യോധനൻ മാറി. മിടുക്കനായിരുന്നു ദുര്യോധനൻ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകമായ സ്നേഹവും വാത്സല്യവും ഒക്കെ ദുര്യോധനനോട് ആർക്കുണ്ടായിരുന്നു? ബലരാമന് ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ എത്തിച്ചേർന്നു. ശതധ്വന്വാവ് കൊല്ലപ്പെട്ടു. പക്ഷേ സ്യമന്തകമണി എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് കൃഷ്ണൻ നഗരവാസികളെ എല്ലാവരെയും അറിയിച്ചു. എപ്പോഴെങ്കിലും ആ മണി ഞാൻ തന്നെ കണ്ടുപിടിക്കും എന്നും ആരാണോ കുറ്റവാളികൾ അവരെ ഞാൻ വധിക്കും എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് കേട്ടപ്പോൾ കൃതവർമാവും അക്രൂരനും ഭയപ്പെട്ടു. അവർ ആരും അറിയാതെ നാട് വിട്ടു. എങ്ങോട്ടാണ് പോയത്? കാശിയിലേക്കാണ് പോയത്. എന്നിട്ട് അവിടെ താമസിച്ചു. ഇത്രയും കാലം സത്രാജിത്തിൻ്റെ മൃതദേഹം എണ്ണത്തോണിയിൽ ഇട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം സത്രാജിത്തിൻ്റെ ആ മൃതശരീരം സകല ആചാരങ്ങളോടും കൂടി കൃഷ്ണൻ സംസ്കരിപ്പിച്ചു. അതിനുശേഷം സത്യഭാമയെ കൊണ്ട് പിതാവിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിപ്പിച്ചു. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഭാഗവതത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? സത്യഭാമയെ കൊണ്ടാണ് പിതൃകർമ്മങ്ങൾ ചെയ്യിപ്പിച്ചത്. ഒരേ ഒരു മകളായിരുന്നു സത്രാജിത്തിനുണ്ടായിരുന്നത്. ആ മകളാണ് സത്രാജിത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്തത്. അല്ലാതെ സഹോദരന്മാരുടെ മക്കളോ അനന്തരവരോ ഒന്നുമല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് അവകാശമില്ല? ഇന്ന് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു കാലഘട്ടത്തിൽ അതിന് അവകാശമില്ലായിരുന്നു. ആരായിരുന്നു നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരുന്നത്? ഭാഗവതവും രാമായണവും ഭഗവത്ഗീതയും ഒന്നും ശരിയായി വായിച്ചു മനസ്സിലാക്കാതിരുന്ന, അല്ലെങ്കിൽ അത് പഠിക്കുവാൻ നമ്മളെ സമ്മതിപ്പിക്കാതിരുന്ന ആളുകൾ, മുറിവൈദ്യന്മാർ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമയെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭാഗവതം എടുത്ത് വായിച്ചു നോക്കുക. യാതൊരു വേർകൃത്യവും, ആണെന്നോ പെണ്ണെന്നോ അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവും ആ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ
താൻ ചെയ്ത അപരാധത്തെ കുറിച്ചോർത്ത് പശ്ചാത്തപിച്ച് അതിന് പരിഹാരമായി ഭഗവാന്റെ സേവയും സൽക്കർമ്മങ്ങളും നടത്തി അക്രൂരൻ വാരണാസിയിൽ താമസിക്കുന്ന കാലത്ത് ദ്വാരകയിൽ മഴയില്ലാത്ത അവസ്ഥ അനുഭവപ്പെട്ടു. കാലാകാലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മഴ നിലച്ചു പോയതിനാൽ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. പ്രായവും അനുഭവജ്ഞാനവുമുള്ള വൃദ്ധന്മാർ കൃഷ്ണനോട് വന്ന് സങ്കടം പറഞ്ഞു. കൃഷ്ണ, പണ്ട് കാശി രാജാവ് 12 വർഷം രാജ്യത്ത് മഴയില്ലാതെ കഷ്ടപ്പെട്ട അവസരത്തിൽ ശുഭൽക്കൻ എന്ന ഒരു ധന്യാത്മാവിനെ വരുത്തി രാജ്യത്തിൽ താമസിപ്പിച്ചു. ആ ധന്യാത്മാവിൻ്റെ സാമീപ്യം കൊണ്ട് സമൃദ്ധിയായി മഴ പെയ്തു. നാടു മുഴുവനും തണുത്തു. നദികളും പൊയ്കകളും നിറഞ്ഞു. അതുമൂലം രാജാവിനുണ്ടായ സന്തോഷത്തിൻ്റെ ഫലമായി അദ്ദേഹം തൻ്റെ ഓമന മകളെ ഗാന്ധിനിയെ ശുഭൽക്കന് പത്നിയായി ദാനം ചെയ്തു. ആ ശുഭൽക്കൻ്റെയും ഗാന്ധിനിയുടെയും പുത്രനാണ് അക്രൂരൻ. എങ്കിലും വസുദേവരുമായി ഒരു സഹോദര ബന്ധം അവനുണ്ട്. പിതാവിനുള്ള എല്ലാ ഗുണങ്ങളും അവനിലും ഉണ്ട് എന്നതുകൊണ്ട് അവനെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ വരുത്തിയാൽ നമ്മുടെ നാടിനു സംഭവിച്ചിരിക്കുന്ന ഈ കാലക്കേട് മാറിക്കിട്ടും, മഴയും ധാരാളമായി ഉണ്ടാകും. ഹരേ കൃഷ്ണ. ഇപ്പോൾ അക്രൂരൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വസുദേവരുടെ ഒരു അകന്ന ബന്ധുവാണ്. കൂടാതെ ശുഭൽക്കൻ എന്ന ആ ധന്യാത്മാവിൻ്റെയും ഗാന്ധിനി എന്ന ആ പുണ്യവതിയുടെയും പുത്രനാണ് ആര്? അക്രൂരൻ. ദ്വാരകയിൽ മഴയുണ്ടാകണമെങ്കിൽ കൃഷ്ണൻ ഒന്ന് കണ്ണു തുറന്നാൽ മാത്രം മതി. ഒരു അക്രൂരൻ്റെയും ആവശ്യമില്ല. എങ്കിലും തൻ്റെ ഭക്തോത്തമനായ അക്രൂരനെ, തന്നെ ഭയപ്പെട്ടു പോയിരിക്കുന്ന ആ ഭക്തനെ തിരികെ വരുത്തുവാൻ വേണ്ടി ഭഗവാൻ ആ വൃദ്ധജനങ്ങൾക്ക് പ്രചോദനം നൽകി. അവരെ കൊണ്ട് ഭഗവാൻ ഇപ്രകാരം പറയിപ്പിച്ചതാണ് എന്ന് വേണമെങ്കിലും നമുക്ക് കരുതാം. കാരണം ഭഗവാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും പുറകിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളും കാണും. അങ്ങനെ ഭഗവാൻ തന്നെ അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. മഴയില്ലാത്ത അവസ്ഥ ഭഗവാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ ഭഗവാനും മഹാലക്ഷ്മിയും വാഴുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുമോ? തൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് അക്രൂരൻ. അദ്ദേഹം തന്നെ ഭയപ്പെട്ട് നാട് വിട്ടിരിക്കുന്നു. ഭക്തവത്സലനായ ഭഗവാൻ അത് സഹിക്കുവാൻ സാധിക്കുമോ? അതുകൊണ്ട് അക്രൂരനെ വരുത്തുന്നതിന് വേണ്ടി ഭഗവാൻ ഇങ്ങനെയൊരു കാരണം ഉണ്ടാക്കി എന്നു മാത്രം. വൃദ്ധജനങ്ങളുടെ അഭിപ്രായം മാനിച്ചു എന്ന മട്ടിൽ കൃഷ്ണൻ പെട്ടെന്നു തന്നെ ഉഗ്രസേനനെ കൊണ്ട് രാജകിങ്കരന്മാരെ കാശിയിൽ അയപ്പിച്ച് അക്രൂരനെ തിരികെ വിളിപ്പിച്ചു. ഗാന്ധിനിയുടെ പുത്രൻ അക്രൂരൻ പേടിച്ച് കൃഷ്ണന്റെ മുമ്പിൽ തൊഴുകൈയോടുകൂടി നിന്നു. ശതധ്വന്വാവിൻ്റെ അനുഭവം തനിക്കും സംഭവിക്കുമോ എന്ന് ആ ഭക്തൻ ഭയപ്പെട്ടു. പക്ഷേ മന്ദസ്മിതത്തോടുകൂടി മധുസൂദനൻ ഇങ്ങനെ അരുളി ചെയ്തു: അങ്ങ് ഇപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അങ്ങയുടെ യാത്രയൊക്കെ മംഗളകരമായിരുന്നോ? കാശിയിൽ അങ്ങയുടെ വ്രതാനുഷ്ഠാനങ്ങളും പൂജകളുമെല്ലാം മംഗളമായി കഴിഞ്ഞു എന്ന് കരുതുന്നു. സിമന്തകം അങ്ങയുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. അതിങ്ങു തന്നാൽ എല്ലാവരെയും കാണിച്ച് അവരുടെ സംശയങ്ങൾ തീർത്ത് അങ്ങേക്കു തന്നെ തിരിച്ചു തരാം. സത്രാജ്യത്തിന് ആൺമക്കളില്ല, പെൺമകൾക്ക് കുട്ടിയുമില്ല. അതുകൊണ്ട് അതിൻ്റെ അവകാശം ഇപ്പോൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേക്കു തന്നെയാണ്. ആ മണി അങ്ങു തന്നെ കഴുത്തിൽ അണിഞ്ഞുകൊള്ളുക. ഇതു കേട്ടപ്പോൾ
ഭക്തിയോടുകൂടി പേടിയോടുകൂടി അക്രൂരൻ തൻ്റെ വസ്ത്രത്തിനകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന, അതായത് വസ്ത്രത്തിനകത്ത് ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ മണി, ആ രത്നമെടുത്ത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. പ്രഭോ, ഞാൻ നിരപരാധിയാണ്. കൃതവർമാവിൻ്റെ പ്രേരണയനുസരിച്ച് ശതധ്വന്നാവ് സത്രാജിത്തിനെ വധിച്ച് ഈ മണി കരസ്ഥമാക്കി. ഒടുവിൽ പ്രാണഭീതിയോടുകൂടി അയാൾ നാട് വിടുവാൻ തുടങ്ങിയപ്പോൾ സൂക്ഷിക്കാനായി ഇത് എന്നെ ഏൽപ്പിച്ചു എന്ന് മാത്രം. ഇങ്ങനെ അക്രൂരൻ കൃഷ്ണനോട് പറയുകയാണ്. ഉടൻ തന്നെ കൃഷ്ണൻ സ്യമന്തകമണിയെടുത്ത് എല്ലാവരെയും കാണിച്ചു. ഉടൻ തന്നെ മിഥിലാപുരിയിലേക്ക് ദൂതനെ അയച്ച് ബലരാമനെയും വിളിച്ചു വരുത്തി. അപ്പോഴേക്കും 4 വർഷം കഴിഞ്ഞിരുന്നു. സ്യമന്തകം ജ്യേഷ്ഠനെയും കാണിച്ചു ബോധ്യപ്പെടുത്തി. കൃതവർമാവിൻ്റെ ചതിപ്രയോഗം രാമനെ ധരിപ്പിച്ചു. കാരണം ബലരാമൻ്റെ അടുത്ത കൂട്ടുകാരനാണ് ആര്? കൃതവർമാവ്. അങ്ങനെ മണിയുടെ അപഹരണത്തെ പറ്റിയിട്ടുള്ള സകല സംശയങ്ങളും അതോടുകൂടി മാറുകയാണ്. ഒടുവിൽ എല്ലാവരുടെയും, പ്രത്യേകിച്ച് സത്യഭാമയുടെയും സമ്മതത്തോടുകൂടി വിശിഷ്ടമായ ആ സ്യമന്തക മണിരത്നം കരുണാനിധിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അക്രൂരനു തന്നെ, തൻ്റെ ഭക്തനായ അക്രൂരനു തന്നെ ദാനം ചെയ്തു. ഭക്തനും അതേസമയം ദരിദ്രനുമായിരുന്ന അക്രൂരന് ഐശ്വര്യം ദാനം ചെയ്യണം എന്ന് ഭഗവാന്റെ ഒരാഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ആ ഭക്തൻ്റെ കയ്യിൽ ആ മണി വന്നു ചേരാൻ മാധവൻ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചത്. ഭക്തവത്സലനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ വൈകുണ്ഠപതി തൻ്റെ ഭക്തരെ ഒരിക്കലും കൈവെടിയുകയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചത്. നിരന്തരം ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തനെയും ഭഗവാൻ വഴിക്ക് വെച്ച് ഉപേക്ഷിക്കുകയില്ല. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഭഗവാൻ പോലും എന്തെല്ലാം പരീക്ഷണങ്ങൾ അനുഭവിച്ചു. പേരുദോഷം, ഇപ്പം നമ്മൾ 2 ദിവസമായി പറയുന്ന കഥകളിലൊക്കെ തന്നെ ഭഗവാൻ പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ എന്തൊക്കെ ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായാലും ഭഗവാൻ നമ്മളെ കൈവെടിയുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി മുമ്പോട്ട് പോയാൽ നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭഗവാന്റെ അനുഗ്രഹം, അപാരമായ സ്നേഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈശ്വരൻ നമ്മളെ കൈവെടിയുകയില്ല. എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ ദുരിതങ്ങൾ സംഭവിച്ചാലും, നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നും നടന്നില്ലെങ്കിലും അതിനെല്ലാം കാരണം നമ്മുടെ കർമ്മഫലങ്ങളാണ് എന്ന് വിശ്വസിക്കുകയും ഇതല്ല എനിക്ക് തരാൻ വേണ്ടി എൻ്റെ ഈശ്വരൻ, എൻ്റെ ഭഗവാൻ കരുതി വച്ചിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ മേന്മയുള്ളതാണ്, എൻ്റെ നിസാര ബുദ്ധി കൊണ്ട് ഞാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, ഇതൊന്നുമല്ല, ഇതിനേക്കാൾ മഹത്തരമായത് ഭഗവാൻ നാളെ എനിക്ക് നൽകും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ ഇന്ന് അക്രൂരന് സംഭവിച്ചതുപോലെ, കുചേലനു സംഭവിച്ചതുപോലെ നാളെ നമുക്കും സംഭവിക്കും. കാരണം വളരെ ദരിദ്രനായിരുന്നു അക്രൂരൻ. അവൻ്റെ പട്ടിണി മാറ്റുക മാത്രമല്ല ഭഗവാൻ ചെയ്തത്. ഭക്തോത്തമനായ അക്രൂരന് വലിയ സമ്പത്താണ് ഭഗവാൻ കൊടുത്തത്. വലിയ സമ്പത്തിൻ്റെ ഉടമയായിട്ട് മാറ്റുകയാണ്. അതുപോലെ തന്നെയാണ് കുചേലൻ്റെ കാര്യവും. കാരണം അവരൊക്കെ ഭക്തോത്തമന്മാരായിരുന്നു. നമ്മളോ എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിക്കും, അത് കിട്ടിയില്ല, നിർത്തി, പിന്നെ ഏകാദശിയില്ല. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ എത്രയോ വർഷമായി ഗുരുവായൂർ പോകുന്നു, എനിക്ക് അടിക്കടി ദുഃഖം മാത്രം, ഇനി ഞാൻ പോകുന്നില്ല എന്നുള്ള തീരുമാനങ്ങളാണ് ഇന്ന് പലരും എടുക്കുന്നത്. പക്ഷേ കുചേലനായിക്കോട്ടെ അക്രൂരനായിക്കോട്ടെ അവരാരും അങ്ങനെയല്ല ചെയ്തത്. ഭഗവാൻ ഭക്തവത്സലനാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. എല്ലാവരും നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. നാമജപം തുടർന്നുകൊണ്ടേയിരിക്കുക. ഏകാദശികൾ എടുക്കുക,
പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.